എയിംസ് വരാൻ ഏറ്റവും അനുയോജ്യം ആലപ്പുഴയാണെന്നും സർക്കാർ തടസ്സം നിന്നാൽ സമരരംഗത്തിറങ്ങുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ സാധാരണക്കാരിൽ നിന്നും അറിയാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പ്രഥമ കലുങ്ക് സൗഹാർദ്ദം വികസന സംവാദം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുള്ള് മനക്കൊടി റോഡ് മഴക്കാലത്ത് 3 മാസത്തിലേറെ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം നിലയ്ക്കുന്നതും പാടശേഖരങ്ങളിലെ മത്സ്യകൃഷി മൂലം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നതും നെൽകർഷകർക്ക് നെൽവില യഥാസമയം ലഭിക്കാത്തതും നിരോധിത കീടനാശിനി പ്രയോഗം മൂലം വർദ്ധിക്കുന്ന ക്യാൻസർ രോഗ ഭീഷണിയും ആശ്വാസ കേന്ദ്രം നിർമ്മാണത്തിലെ അനന്തമായ കാലതാമസവും നാട്ടുകാർ ഉന്നയിച്ചു. തകർന്ന ചാഴൂർ കമാൻഡോ മുഖം പുനർനിർമ്മിക്കാൻ 50 ലക്ഷം രൂപ നൽകാമെന്നേറ്റ തന്നോട് അതാവശ്യമില്ല എന്ന നിലപാടായിരുന്നു സർക്കാരിൻ്റേത്. അന്ന് നിർമ്മിക്കുമെന്ന് പറഞ്ഞ കമാൻഡോ മുഖം സ്ലൂയിസിന്റെ 10% പോലും ഇപ്പോഴും നിർമ്മിച്ചിട്ടില്ല. ഏനാമാവ് റെഗുലേറ്റർ നിർമ്മാണത്തിന്റെ കാര്യത്തിലും തന്നെ ഒഴിവാക്കുന്ന സമീപനമാണ് സർക്കാർ തുടരുന്നത്. നാടിന്റെ പ്രശ്നങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പറോടും പരിഹാരം ആവശ്യപ്പെടാൻ ജനങ്ങൾ തയ്യാറാകണം. BJP ഭരിക്കുന്ന അവണിശ്ശേരി പഞ്ചായത്തിൽ തന്റെ ഫണ്ടുപയോഗിച്ച് 1500 പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയും 6 റോഡുകളുടെ നിർമ്മാണവും തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മേഖലയിലെ വെള്ളക്കെട്ട് ഭീഷണി പഠിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP നേതാക്കളായ ദേവൻ, MV ഗോപകുമാർ, A നാഗേഷ്, ബിജോയ് തോമസ്, ജസ്റ്റിൻ ജേക്കബ്, KR ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV.